ഹലോ എവരി വൺ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലഗേജ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ UK-യിൽ 1 മന്ത് എക്സ്പെൻസ് എന്തായിരിക്കും 2025 ഒരു കപ്പിളായിട്ട് ഒരു UK-യിൽ താമസിക്കുമ്പോൾ എന്തായിരിക്കും എക്സ്പെൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച റീസൺ എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഇട്ടുണ്ടായിരുന്ന UK വിസിറ്റിംഗ് വിസ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആൾക്കാർ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. ആ വീഡിയോയുടെ താഴെ തന്നെ കുറച്ച് എൻക്വയറി വന്നു. ഞങ്ങൾക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. സോ ആർക്കൊക്കെ അത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെയും ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഞങ്ങളും UK-ക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനും കുറച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതേപോലെ എത്ര പൈസ ആവുന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് റെഫർ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കപ്പിൾ ആയിട്ട് വരുമ്പോൾ എത്രയാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ പ്രോപ്പർ ആയിട്ട് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ചിലപ്പോൾ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ എക്സ്പെൻസസ് ഡിഫറെന്റ് തന്നെ ആയിരിക്കും. എന്നാലും ഒരു ആവറേജ് സ്കെയിലിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോകാന്ന് വിചാരിച്ചു. കുറെ ആൾക്കാർ ഇപ്പോൾ UK-ക്ക് ഉള്ള ഇമിഗ്രേഷൻ ഇപ്പോഴും കുറെ പേര് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിലൊക്കെ ഉപകാരമായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതലുള്ള ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹൗസ് റെന്റ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോൾ കറന്റ് ഉള്ളത് ഒരു അൺഫർണിഷ്ഡ് ആയിട്ടുള്ള 2 BHK ആണ് ഞങ്ങൾ ഹൗസ് റെന്റ് ആയിട്ട് എടുത്തത്. ഒരു 2 BHK പ്രത്യേകിച്ച് ഞാൻ അൺഫർണിഷ്ഡ് എടുക്കാൻ കാരണം കുറച്ച് റെന്റ് കുറവായിരിക്കും. ഫർണിഷ്ഡ് എടുക്കുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിന് വരുന്നത് ഏകദേശം കൗൺസിൽ ടാക്സ് ഉൾപ്പെടെ, കൗൺസിൽ ടാക്സ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ കൗൺസിൽ ടാക്സ് ഉൾപ്പെടെ ഒരു 850 pounds ആണ് നമുക്ക് ഏകദേശം എല്ലാ മാസവും റെന്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ നാട്ടിലൊരു 90,000 to 95,000 ആണ് ഹൗസ് റെന്റ് വരുന്നത്. അപ്പോൾ ഈ റെന്റ് കേൾക്കുമ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഭയങ്കര വലിയ റെന്റ് ആയി തോന്നും. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ എന്തോ ലക്കിന് റെന്റ് കുറഞ്ഞു കിട്ടിയതാണ്. ഇവിടെ എപ്പോഴും 1,000 pounds ഒക്കെ കൂടുതൽ, 1,000 pounds എബവ് ആണ് എപ്പോഴും റെന്റ് വരാറ് 2 BHK ആണ് നിങ്ങളിപ്പോൾ നോക്കുന്നതെങ്കിൽ എന്തായാലും ഒരു 1,000 pounds അടുത്ത് റെന്റ് മാത്രം വരും. പിന്നെ കൗൺസിൽ ടാക്സിന് ഇവിടെ ഓരോ സ്ഥലത്തിനനുസരിച്ചും ബാൻഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് കൗൺസിൽ ടാക്സ് ഡിഫറെന്റ് ആയിരിക്കും. ഞങ്ങൾ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 10 minutes ഉള്ളൂ ഗ്ലാസ്ഗോ സിറ്റിയിലോട്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കൗൺസിൽ ടാക്സ് ആണ് നമുക്ക് വരിക. അപ്പൊ അതെന്തായാലും ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന ഏരിയ അനുസരിച്ചിട്ട് കൗൺസിൽ ടാക്സും കൂടുതൽ വരും. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ലണ്ടൻ ഭാഗത്തേക്കൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും. ഹൗസ് റെന്റും ടോട്ടൽ ലൈഫിന്റെ എക്സ്പെൻസ് തന്നെ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. ഈവൻ എഡിൻബറയിൽ തന്നെ റെന്റ് കൂടുതലായിരിക്കും. സോ ഇപ്പൊ കറന്റ് ഞങ്ങൾ ഈ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവാണ് ഈ പറഞ്ഞ ലണ്ടൻ, എഡിൻബറ എന്നുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ ഞങ്ങൾക്ക് ഹൗസ് റെന്റ് വരുന്നത് അതാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കുറെ മലയാളികൾ തന്നെ കുറച്ച് പേര് ഇങ്ങനെ 2 BHK 4 BHK ഒക്കെ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൽ തന്നെ ഷെയർ ചെയ്ത് നിൽക്കും. ഒരു 3 ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് നിൽക്കും. അപ്പോൾ വെച്ചാൽ കിച്ചണും ബാത്റൂമും ഒക്കെ കോമൺ ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് എടുക്കുകയാണ്, ഒരു ഫ്ലാറ്റ് എടുക്കുകയാണ് ചെയ്തത്. മറ്റേ പോലെ എടുക്കുകയാണെങ്കിലും അതായത് ഇപ്പോൾ അതിന് ഷെയർഡ് ആയിട്ട് ഇപ്പോൾ 4 BHK എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1,600 ഒക്കെ റെന്റ് മാത്രം വരും. അപ്പോഴും നമുക്കൊരു 400 and 450 അടുത്ത് റെന്റ് വരും. പിന്നെ കൗൺസിൽ ടാക്സ് ഉൾപ്പെടെ എന്തായാലും ഒരു 700 ഒക്കെ ആവുണ്ടാവും, അല്ലെങ്കിൽ 650 ഒക്കെ ആവുണ്ടാവും. സോ 1 BHK എടുക്കുകയാണെങ്കിലും അതിലും ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് ഹൗസ് റെന്റും കാര്യങ്ങളും വരുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ 850 pounds ഞങ്ങളുടെ കൗൺസിൽ ടാക്സും കൂടെ വരുന്നുണ്ട്. ഇനി ഇടുന്ന ഈ വീഡിയോന്റെ കൂടെ അല്ല, വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പറഞ്ഞ ഈ 2 BHK ഞങ്ങളുടെ വീട് ഞാൻ കാണിക്കാം, വേറൊരു വീഡിയോയിൽ കാണിക്കാം. കാണിക്കാം. സോ ഹൗസ് റെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ നെക്സ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളുമാണ്. സോ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇവിടെ ഉൾപ്പെടുന്നതാണ് കുക്കിങ്ങും ചാർജസും കൂടെ അതിൽ വരുന്നത്. ഗ്യാസ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് സ്റ്റവ് ആണ് നമുക്കുള്ളത്. എന്തിനാണ് ഗ്യാസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിൽ ഹീറ്റിംഗ്, അതായത് വീട് മൊത്തത്തിൽ ഹീറ്റ് ചെയ്യുന്നത് ഗ്യാസ് ഉപയോഗിച്ചിട്ടായിരിക്കാം, ചിലയിടത്തത് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് വീട് ഹീറ്റ് ചെയ്യുന്നത്. പക്ഷെ കുക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ബില്ലാണ് നമുക്ക് വരിക. അതെ, അപ്പോൾ ഞങ്ങൾക്ക് ഇത് സമ്മറിൽ ഒരു ബില്ലും വിന്ററിൽ വേറൊരു ബില്ലും ആയിരിക്കും. ബിക്കോസ് വിന്ററിൽ ഇവിടെ -10 വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഹീറ്റർ ഒരു നവംബർ തൊട്ടിട്ട് ഫെബ്രുവരി വരെ ഫുൾ ടൈം നമ്മൾ ഹീറ്റർ ഇടേണ്ട വരും.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ സമ്മറിൽ ഞങ്ങൾക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുന്നത് ഒരു 70 pounds ആയിരിക്കും സമ്മറിൽ വരുന്നത്. ആൻഡ് വിന്ററിൽ നമുക്കൊരു 120 pounds ആയിരിക്കും വരിക. വാരി ചെയ്യും, 10 pound ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നല്ലൊരു ആവറേജ് ഇയർലി കൂട്ടുമ്പോൾ നമ്മൾ എല്ലാ മാസവും ഒരു 85 കൂട്ടിയാൽ മതി. അപ്പോൾ വിന്ററിൽ കുറച്ച് കൂടുതലും സമ്മറിൽ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒരു മാസം ഒരു 85 pound അല്ലെങ്കിൽ ഒരു 90 pound ഹീറ്റിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ ഇലക്ട്രിസിറ്റി ഒക്കെ പാടെ വരുന്നുണ്ട്. പിന്നെ ഇനിയുള്ളത് വാട്ടർ ബില്ലാണ്. സോ UK കുറച്ച് സ്ഥലത്തൊക്കെ വാട്ടർ ബിൽ ഉണ്ട്. സ്കോട്ട്ലൻഡിൽ വാട്ടർ ഫ്രീ ആണ്. സോ വാട്ടർ ബിൽ എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇല്ല. സോ നമുക്ക് വെള്ളമൊക്കെ എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. വാട്ടർ ബില്ല് ഇവിടെ ഇല്ല. വാട്ടർ ഇസ് ഫ്രീ ഇൻ സ്കോട്ട്ലൻഡ്. വാട്ടർ ഇസ് ഫ്രീ. അതായത് ഇവര് പറയുന്നത് കൗൺസിൽ ടാക്സ് നമ്മൾ കൊടുക്കുന്നതിൽ ഉൾപ്പെട്ടു പോകും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വാട്ടർ ബിൽ എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇല്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു മാസത്തെ റീചാർജും കാര്യങ്ങളുമാണ്. ഫോൺ റീചാർജ്, വൈഫൈ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം ചീപ്പാണ് ഇന്റർനെറ്റും റീചാർജും എന്നൊക്കെ മനസ്സിലാകുമ്പോൾ വേറെ ഏത് ഫോറിൻ കൺട്രിയിലേക്ക് മാറുമ്പോഴും അത് നമുക്ക് ഫസ്റ്റ് ഒരു ഷോക്കായിരിക്കും. ഇപ്പൊ ഞങ്ങളിവിടെ ഈ വൈഫൈക്ക് കൊടുക്കുന്നത് ഏകദേശം 40 pound ആണ്. നമ്മൾ നാട്ടിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഒരു 4500-5000 രൂപ അടുത്ത് വരും. അത് ഏകദേശം 100 Mbps കണക്ടിവിറ്റി ഉള്ള ഒരു ഇന്റർനെറ്റ് ആണ്, സാധാരണ ഒരു ഇന്റർനെറ്റ് ആണ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ 40 വരാൻ കാരണം ഞങ്ങളിപ്പോൾ കോൺട്രാക്ട് അല്ല. നമുക്ക് പെട്ടെന്ന് കോൺട്രാക്ട് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നമ്മൾ ഇവിടെയൊക്കെ ഇന്റർനെറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ഷൻ കിട്ടുമ്പോൾ തന്നെ അവർ ചോദിക്കും 2 year കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 year ഈ കണക്ഷനിൽ തന്നെ നിൽക്കണം. മാത്രമല്ല നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ആ കോൺട്രാക്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ കുറച്ച് പാടാണ്. കോൺട്രാക്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 25 pound കിട്ടും. അത് വൈഫൈ അങ്ങനെ. പിന്നെ മൊബൈൽ റീചാർജ് പല സർവീസ് പ്രൊവൈഡേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ ചില പ്രൊവൈഡേഴ്സിന് 10 pound ഒക്കെയാണ് മന്ത്ലി വരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ കൃഷ്ണ ഉപയോഗിക്കുന്നത് ഒരു 10 pound ലിബ്ര എന്ന് പറയുന്ന ഒരു ഇതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് 3 എന്ന് പറയുന്ന വേറൊരു പ്രൊവൈഡറാണ്. അപ്പോൾ അതിന് 15 ആണ് വരുന്നത് ഒരു മാസം. അപ്പോൾ ആവറേജ് ഒരു 10 to 15 മൊബൈൽ റീചാർജും വൈഫൈക്ക് ഒരു 30-35 pounds ആവറേജ് കണക്കാക്കാം. സോ നെക്സ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഗ്രോസറി ഫുഡ് കാര്യങ്ങളാണ്. സോ ഇത് ഞാൻ വേറെ കുറച്ച് വീഡിയോസിൽ UK തന്നെയുള്ള മലയാളികൾ പറയുന്ന വേറെ കുറച്ച് വീഡിയോസിൽ ഗ്രോസറി വാങ്ങുന്നതിൻ്റെ പൈസ ഭയങ്കര കുറവായിട്ട്, അതായത് ചിലവർ പറയുന്നുണ്ട് 200 pounds അവർക്ക് ഫുഡിന്റെ എക്സ്പെൻസ് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. 250 മാക്സിമം 300 അവരുടെ എല്ലാ എക്സ്പെൻസും ഫുഡിന്റെ ഒരു മാസത്തെ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ നിൽക്കും. തീർത്തും വ്യക്തിപരമായിട്ടുള്ള ചെലവാണ്. ഫുഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഓപ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മാറുകയാണ്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സ്ഥിരം വെജിറ്റബിൾസും നോൺ വെജും ഒക്കെ പ്രോപ്പറായി കഴിക്കണം. ഞങ്ങള് എല്ലാ ദിവസവും നോൺ വെജ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഗ്രോസറിക്ക് മാത്രം ഒരു മാസം ഒരു 350 pounds 350 മിനിമം എന്തായാലും ആവും ഞങ്ങൾക്ക്. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് വരുന്നതായിരിക്കും. ചിലപ്പോൾ 250 നിൽക്കാം, ചിലവർക്ക് അത് 500 വരെ പോവാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരും വാങ്ങുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതെന്തായാലും വരുന്നത്. ഞങ്ങളിവിടെ ഇപ്പൊ നമ്മളിവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ ഒരു പാരന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണം. അപ്പൊ ഫുഡിലും കൂടെ ഇനി കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി അത്യാവശ്യം നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നല്ലപോലെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 350-400 pounds ഒക്കെ ഗ്രോസറി ചെലവുകൾ വരുള്ളൂ. ഇത് തന്നെ ഒരു വ്യത്യാസം. ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെ നിർബന്ധമുണ്ട്. നമുക്ക് ഇന്ത്യൻ ഫുഡിന്റെ സാധനങ്ങൾ തന്നെ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ എക്സ്പെൻസ് ഇനിയും കൂടും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേ ഒനിയൻ, ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ഷാലോട്ട്സ് അതേ സാധനം തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ 1 kg ഒക്കെ ഏകദേശം 900 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അഡാപ്റ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ കുറെ വെജിറ്റബിൾസ് കിട്ടും. അപ്പൊ അതൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഇനിയും കുറയ്ക്കാം. നമ്മൾ ഒക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറുണ്ട്, ഇവിടുത്തെ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ ഫുഡും കഴിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രോസറി 350 പറഞ്ഞത്. പിന്നെ ഇതിന് പുറമെ നമ്മൾ പുറത്തുനിന്ന് ഉള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ടുള്ള ഫുഡും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പെൻസ് വേറെയാണ്. സോ ഞങ്ങളൊരു വീക്കിലി 1 or 2 times എന്തായാലും പുറത്തു പോയി കഴിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. 3 times വരെ ചില സമയത്ത് നമ്മൾ പുറത്തു പോയി കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അതിനു വേണ്ടി മന്ത്ലി വരുന്നത് ഒരു 150 pounds എന്തായാലും അതിന് വരുന്നുണ്ട്. മന്ത്ലി 150 to 200. ഇത് ഇപ്പൊ ഞങ്ങൾ പറയുന്ന ഈ ഫുഡിന്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മാസം നിങ്ങൾ ആലോചിക്കുമ്പോൾ 550 pounds ആയി ഓൾറെഡി ഗ്രോസറിയും ഞങ്ങൾ റെസ്റ്റോറന്റിൽ കഴിക്കുന്നത്.
ഇത് കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇത് നിങ്ങൾക്ക് 200 പൗണ്ടിന് വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ജീവിക്കാം. സോ ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്. അതെ, ഔട്ട്സൈഡ് പോകുമ്പോ ഇപ്പൊ നമ്മള് ഔട്ട്സൈഡ് പോയി കഴിക്കുമ്പോൾ ഫുഡിന് എത്ര പൈസ വരും എന്നുള്ളത് ചിലപ്പോൾ ഒരു ഡൗട്ട് ആയിരിക്കാം. അപ്പൊ അത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലാണ് നിങ്ങൾ പോയി കഴിക്കണമെങ്കിൽ ഒരാൾക്ക് പെർ പേഴ്സൺ ഒരു 15 പൗണ്ട് ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് ഒരു ഫുഡ് കഴിച്ച് പോരാൻ കഴിയില്ല. അപ്പൊ 30 പൗണ്ട്സ് ഒക്കെ എന്തായാലും വൺ ടൈം ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോവുകയാണെങ്കിൽ 30 to 35 പൗണ്ട് ആവും. രണ്ടുപേരുടെ കണക്കാണ് ഞാൻ പറയണത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തേതായിട്ടുള്ള ഇപ്പോൾ സബ്വേ അല്ലെങ്കിൽ മാക്ഡി, KFC അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രണ്ടുപേർക്ക് ഒരു 20 പൗണ്ട്സിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരു 150 പൗണ്ട് ആവറേജ് പെർ മന്ത് നമ്മൾ ഔട്ട്സൈഡ് ഫുഡിന് ചെലവാക്കുന്നുണ്ട്. ഓക്കെ. സോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇവിടെ ഗ്ലാസ്ഗോയിലൊക്കെ എന്ന് പറയുന്നത് ഒരു മന്ത്ലി പാസ് ഉണ്ട് ബസ്സിന്റെ. അപ്പൊ ആ മന്ത്ലി പാസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ പേഴ്സൺ വരുന്നത് അറൌണ്ട് 60 പൗണ്ട്സ് ആണ്. 60 കൂട്ടി ആക്ച്വലി ഇപ്പൊ 70 ആണ്. ഓക്കെ. സോ 60 അല്ല 70 പൗണ്ട്സ് ആണ്. ഞാൻ ഫസ്റ്റ് വന്ന ഇത് എന്തിനാണ് ഞങ്ങൾ സ്പെഷ്യലി 2025 എക്സ്പെൻസ് എന്ന് പറയാൻ കാരണം, ഞാൻ ഇവിടെ വന്നത് 2022 അപ്പൊ 2022 ഈ ബസ് പാസിന് 53 പൗണ്ട് ആയിരുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പൊ അതിന്ന് ഇപ്പൊ 70 ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു 35% ഇൻഫ്ലേഷൻ സംഭവിച്ചു അവിടെ. ഇപ്പൊ 70 പൗണ്ട് ആണ്. ഒരാൾക്ക് അൺലിമിറ്റഡ് ട്രാവൽ ആണ് ഒരു മാസത്തേക്ക്. ഇവിടുത്തെ ഒരു ഫസ്റ്റ് ബസ് എന്ന് പറയുന്ന സർവീസാണ് ഗ്ലാസ്ഗോയിൽ. എഡിൻബറയിൽ അവിടെ വേറെ ഒരു ബസ് ഉണ്ട്, ലോത്തിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബസ്സിന് ഒരു മാസത്തേക്ക് ഒരാൾക്ക് അൺലിമിറ്റഡ് ട്രാവലിന് 70. സോ ഇതിപ്പോ കാറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാറിന്റെ ഇൻഷുറൻസ്, ടാക്സ്, പെട്രോൾ ഒരുവിധം ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു 130 ഒരു 140 രൂപ 150 രൂപയൊക്കെയാണ് പെട്രോളിന് ഏകദേശം. മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കാറിന് ഇൻഷുറൻസ് ഇവിടെ ഭയങ്കര കൂടുതലാണ്. മന്ത്ലി 70 പൗണ്ട് ഒക്കെ വരുന്നുണ്ട്. മന്ത്ലി 70 അല്ലെങ്കിൽ 80, ഈവൻ 100, 150. അപ്പൊ ഇത് മന്ത്ലിയാണ് ഞാൻ പറഞ്ഞത്. വളരെ എക്സ്പെൻസീവ് ആണ്. സോ അങ്ങനെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവുകൾ വരുന്നത്. പിന്നെ ഇനി പറയാനുള്ളത് ജിമ്മ്, അങ്ങനെ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ജിമ്മ് പോണ വ്യക്തികളാണ്. സോ ഞങ്ങൾക്ക് ജിമ്മിൽ വരുന്ന ഒരു മാസം വരുന്നത് ഒരാൾക്ക് 20 പൗണ്ട്സ് ആണ്. നല്ല ജിമ്മാണ്. അത് നോർമൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആണ്. 50 പൗണ്ട്സിന്റെ ഉണ്ട്. ഞങ്ങൾ സാധാ 20 പൗണ്ട്സിന്റെ ഒരു ജിം സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി പറയാനുള്ളത് ഒരു മാസത്തെ നമുക്ക് വരുന്ന പേഴ്സണൽ എക്സ്പെൻസസ് പോലെയാണ്. ഡ്രസ്സ് അല്ലെങ്കിൽ പാർലറിൽ പോവാം, അങ്ങനെ സാലണിൽ പോവാം, അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു മന്ത്ലി ഒരു 150 പൗണ്ട്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ മന്ത്ലി ഹെയർ കട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഞാനൊരു മെന്നിന്റെ കാര്യമായിട്ട് പറയുന്നത്. നമുക്ക് ഹെയർ കട്ടും ബിയർഡ് ഡ്രസ്സിങ് എല്ലാം കൂടെ ഒരു 20-25 പൗണ്ട് മിനിമം ആവും. അപ്പൊ മന്ത്ലി ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം, പേഴ്സണൽ എക്സ്പെൻസിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആസ് എ മാൻ എനിക്ക് തന്നെ ഒരു 50-60 പൗണ്ടിന്റെ അടുത്ത് എല്ലാ മാസവും പേഴ്സണൽ ഇങ്ങനത്തെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിരിക്കും. ചിലവര് പേഴ്സണൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലവരൊരു മീഡിയം ലെവലിൽ നിർത്തുന്ന ആൾക്കാരായിരിക്കും. സോ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഞങ്ങൾ പറഞ്ഞത്. ആൻഡ് ഓൾസോ പിന്നെ ഇനി പറയാനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും NHS ആണ് ഇവിടുത്തെ ഇത്. അപ്പം നമ്മുടെ നാട്ടിലിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര പുവർ മെഡിക്കൽ സർവീസസ് ആണ്. ഭയങ്കര മോശമായിട്ടുള്ള മെഡിക്കൽ ഇതാണ്. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്കൊരു 10-15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. 15 ദിവസം തന്നെ പറയുന്നത് വളരെ റെയർ ആണ്. അത്രയും വയ്യ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും തരുള്ളൂ. അപ്പൊ അങ്ങനെ മെഡിക്കൽ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇവിടെ ഫർദർ വരുന്നില്ല. മെഡിസിൻസും കാര്യങ്ങളും ഫ്രീ ആണ്. ലണ്ടനില് മെഡിസിൻസിന് പൈസ ഉണ്ടെന്ന് ചിലവര് പറയണ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കത് എത്രത്തോളം ഉണ്ടെന്ന് ഷുവർ അല്ല ഞങ്ങൾക്കത്. സോ സ്കോട്ട്ലൻഡില് NHS മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. സോ ഇപ്പോ ഇവിടെ ജസ്റ്റ് ഇപ്പോ നിങ്ങൾക്കൊരു മന്ത്ലി വരുന്ന എന്തൊക്കെയായിരിക്കും എക്സ്പെൻസ് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മന്ത് വരുന്ന എക്സ്പെൻസുകൾ അതിപ്പോ മൊത്തത്തിൽ എങ്ങനെയാ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു റെന്റിന് ഒരു 900 അല്ലെങ്കിൽ 850 കൂട്ടാം. പിന്നെ കൗൺസിൽ ടാക്സ് റെന്റും കൂടെ ഒരു 850 കൂട്ടാം. ഗ്രോസറീസ് ഒരു 400, പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു 150, അങ്ങനെ രണ്ടും കൂടെ ഒരു 550. പിന്നെ ഇലക്ട്രിസിറ്റിയും ഗ്യാസും എല്ലാം കൂടെ ഒരു 100 ആവറേജ് എല്ലാ മാസം കൂട്ടാം. പിന്നെ വൈഫൈ, മൊബൈൽ റീചാർജ് എല്ലാം കൂടെ ഒരു 50 പൗണ്ട് മിനിമം കൂട്ടാം. പിന്നെ പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഇപ്പോൾ ജിമ്മിൽ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു 20 പൗണ്ട് വെച്ച് രണ്ടുപേർക്കും കൂടെ ഒരു 40 അല്ലെങ്കിൽ 50 പൗണ്ട് അതിന് വരും.
പിന്നെ പേഴ്സണൽ എക്സ്പെൻസസിൽ ഒരു 100 or 150 പൗണ്ട് രണ്ടുപേർക്ക് ക്ലബ് ചെയ്തിട്ട് വരും. അങ്ങനെ നമുക്കൊരു ടോട്ടൽ 1 മന്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു 1850 പൗണ്ട്സ് ഒക്കെ ആയിരിക്കും. സോ ഞാൻ നേരത്തെ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഒരു ആവറേജ് സ്കെയിലിൽ ഇതായിരിക്കും വരുന്നത്, എല്ലാം ഉൾപ്പെടെ. ആൻഡ് ഇതിന് പുറമെ നമ്മൾ ട്രിപ്പ് പോവുക അങ്ങനത്തെ കാര്യങ്ങളുടെ എക്സ്പെൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ നിങ്ങൾക്കിപ്പം കുറച്ച് പേരൊക്കെ സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ ഇങ്ങനെ ഓൺ സൈറ്റ് പോലെ വർക്കിൽ വരുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി എത്ര ആയിരിക്കും എന്ന് കമ്പയർ ചെയ്ത് ഇവിടുത്തെ എക്സ്പെൻസും വെച്ച് നോക്കുമ്പോൾ വെർത്തിയാണോ അല്ലേ എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടും. അതെ, ഇത് സ്റ്റുഡൻസ് അക്കോമഡേഷൻ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ, പിന്നെ ഷെയർഡ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർഡ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പേഴ്സണൽ എക്സ്പെൻസ് ഒരു ചിലപ്പോൾ ഒരു 700 നിങ്ങൾക്ക് ഒരാളുടെ ഫുൾ എക്സ്പെൻസ് തീരാം. ഒരു 4-5 പേരൊക്കെ ഷെയർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ സാലറി എത്രയാണെന്നൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ 2025 എക്സ്പെൻസ് പറയാൻ കാരണം ഞാൻ 2022 വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളെക്കാട്ടിലും എല്ലാ ഏരിയയിലും വില കൂടി. ഇപ്പം അന്ന് 1 പൗണ്ടിനൊക്കെ ഒരു ക്യാനിൽ പാല് കിട്ടിയിരുന്നു നമുക്ക്. ഇപ്പം അതേ സാധനം ഇപ്പോൾ 1.6 ആണ്. അതേപോലെ ഓരോ സാധനങ്ങൾക്കും വില കൂട്ടിയിട്ടുണ്ട്. 2020 നിങ്ങൾ ഒരു വീഡിയോ കാണുകയാണെങ്കിലും അത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ചിലവുകൾ ഒരു 30% അല്ലെങ്കിൽ 35% എബോവ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഇപ്പോൾ 2025. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം. കുറേ വീഡിയോസ് ഇങ്ങനെ കാണാം ഇൻസ്റ്റഗ്രാമിലൊക്കെ, സ്റ്റുഡൻസ് ഒക്കെ വീട്ടിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു, ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഐഡിയാസും കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സ്പെൻസ് വരും എന്നൊക്കെ ഒരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് എത്രത്തോളം നല്ലതായിരിക്കും, ആ തീരുമാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലായി. രണ്ടുപേരും വർക്കിംഗ് ആണ്, രണ്ടുപേർക്കും അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ UK വരുന്നതും ജീവിക്കുന്നതൊക്കെ നല്ല വൃത്തിയായിരിക്കും. ഒരുവിധം എല്ലാ പ്രൊഫഷനിലും ഒരു 2000 ഒക്കെ നമുക്ക് സാലറി എന്തായാലും ഒപ്പിക്കാൻ പറ്റും. ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്താലും ഇപ്പോൾ മിനിമം പേയ്മെന്റ് വെച്ചിട്ട് 2000 ഒക്കെ ഒരാൾക്ക് ഏകദേശം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ സാലറി കൊണ്ട് എല്ലാ ചെലവുകളും കഴിഞ്ഞ് വേറൊരാളുടെ സാലറി സേവ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയാണ് ഒരുവിധ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പെൻസിന്റെ ഐഡിയ ആണ്. ഇത് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ആയിരിക്കും. സോ അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും. വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ ഫ്രം ലൈഫ് ആൻഡ് ലഗേജ്. ബൈ ബൈ.